തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. LDF എങ്ങനെയാണ്, അല്ലെങ്കിൽ CPM എങ്ങനെയാണ്, പൂർണ്ണ സജ്ജരാണ്? LDF എത്രയോ മുമ്പ് തന്നെ സജ്ജമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതെ. പാർട്ടിക്ക് പിന്നെ വേറെ പ്രത്യേകിച്ച് സജ്ജമാവേണ്ട കാര്യം, ഞങ്ങളെല്ലാം സജ്ജമായി മുമ്പ് തന്നെയുണ്ട്. വലിയ രീതിയിലുള്ള മുന്നേറ്റമായിരിക്കും ഇപ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിലുടനീളം ഉണ്ടാകുക. അത് കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റികളും ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തും എല്ലാം നല്ല രീതിയിലുള്ള മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുണ്ടാവും. CPIM-നും ഉണ്ടാവും. LDFിൻ്റെ കയ്യിലില്ലാത്തത് കണ്ണൂർ കോർപ്പറേഷനാണ്. ഇത്തവണ തിരിച്ചുപിടി അത് തിരിച്ചുപിടിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ മറ്റു മുന്നണികൾ നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയുണ്ടായി. പ്രഖ്യാപിച്ചത് തലയിൽ ആകെ തിരുവനന്തപുരം ജില്ലയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം കൊല്ലമാണ്. അതെ, അത് ഞങ്ങൾക്കിതിലെ നേരത്തെ പ്രഖ്യാപിക്കേണ്ട കാര്യം. ഞങ്ങളെ സ്ഥാനാർത്ഥികളെല്ലാം ജനങ്ങൾക്കിടയിൽ നിരന്ന് പ്രവർത്തിക്കുന്നവരാണ്. ഇന്ന് തന്നെ പ്രഖ്യാപിക്കും. ഈ പ്രമുഖരെ കളത്തിലിറക്കിക്കൊണ്ടാണ് കോൺഗ്രസ് BJPയും കൂടി ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് ഈ പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട്. പ്രത്യേകിച്ച് മുൻ MLA വരുന്നു, മുൻ DGP വരുന്നു. അപ്പോൾ അതിനെങ്ങനെയാണ് നേരിടുന്നത്? അല്ല, DGPയും MLA എല്ലാം MLAയും DGP എന്ന രീതിയിൽ അവിടെ നിൽക്കും. ജനകീയമായി ബന്ധമുള്ള ഞങ്ങളുടെ സ്ഥാനാർത്ഥികളൊക്കെ നല്ല രീതിയിൽ ജയിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ സർക്കാരിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ ഒരു പ്രത്യേക ആരോപണം ഉയർന്നു വന്നില്ല. ആരോഗ്യ മേഖലയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന പഴയ കാലത്തെ വന്നുകൊണ്ടിരിക്കുന്ന ചില കാരണങ്ങൾ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നു മാത്രമേ. അതിനപ്പുറത്തൊന്നുമില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങളെന്നുള്ളത് ഇല്ല, ഒറ്റപ്പെട്ടതുമല്ല. ഈ ഒറ്റപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണുന്നത് ഇതെല്ലാം കനൂര് സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന ചില വേലകളാണ്. അതിലൊന്നും കേരളത്തിലെ ജനങ്ങൾക്ക് അതിനൊന്നൊരു പിന്തുണ ലഭിക്കാൻ പോകുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല.